ഇന്ന് രാത്രി കഴിക്കാനായിട്ട് ഈ ഒരു പാക്കറ്റിലിരിക്കുന്ന ദോശമാവാണ് എടുക്കുന്നത്. അപ്പം മനസ്സിലായല്ലോ നമ്മൾ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നതും. അപ്പം അതിനായിട്ട് ഈ ഒരു ബൗളിലേക്ക് ആ ഒരു പാക്കറ്റ് മാവ് പൊട്ടിച്ചൊഴിക്കുന്നു. പിന്നെ അതിലേക്ക് ഇച്ചിരി ഉപ്പും അതുപോലെ തന്നെ ഉലുവ പൊടിയും അതിലിച്ചിരി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ലൂസ് പരുവത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് അതങ്ങോട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചു. പിന്നെ ഒരു പാത്രം നമുക്ക് ഇത് ദോശ ചുട്ടെടുക്കാനുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഈ ദോശയുടെ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ദോശ പരുവത്തിലൊന്ന് ചുട്ടെടുക്കുക. എന്നിട്ട് ഇത് പെട്ടെന്ന് വെന്ത് വരാനായിട്ട് ഒരു അടപ്പ് വെച്ച് അത് വേവിക്കുന്നത് അടച്ച് വെച്ച് വേവിച്ചാൽ അത് പെട്ടെന്ന് നമുക്ക് ദോശ വെന്ത് കിട്ടും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തേങ്ങാ ചമ്മന്തി അരയ്ക്കണം. അപ്പോൾ തേങ്ങ അരമുറിയും വേണ്ട, കുറച്ച് തേങ്ങ ആവശ്യത്തിനെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇച്ചിരി ഉള്ളിയും അതുപോലെ തന്നെ ഒരു പച്ചമുളക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അതിനെ ഒന്ന് അരച്ചെടുത്ത് മാറ്റിയെടുക്കുക. പിന്നെ അതിൽ നമുക്ക് കടുക് താളിപ്പും കൂടെ ചെയ്ത നമ്മുടെ ചമ്മന്തി, അതായത് പച്ചമുളക് ചമ്മന്തി ഇവിടെ തയ്യാറായി കിട്ടും. അതിൻ്റെ കൂടെ ഒരു ചായയും കൂടെ ആയാൽ